കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ച ഒരു സാധനത്തിൻ്റെ റെസിപ്പി എനിക്ക് മെനിഞ്ഞാന്ന് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടി കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഏകദേശം എനിക്കൊന്നൊരു വേണ്ട വർഷം പറഞ്ഞ് നിങ്ങൾ എൻ്റെ ഏജ് കണക്ക് കിട്ടും. അത് വേണ്ട. ആദ്യം തന്നെ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം അതിലിട്ട് വേവിച്ചെടുക്കാം. തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഏലക്കായും പട്ടയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കാം. അരിച്ച് ഊറ്റിയെടുത്ത സേമിയത്തിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഒരു ഫ്രൈ പാൻ എടുക്കാം. അതിനകത്ത് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളി ഒന്ന് ഗീയിൽ വഴറ്റിയെടുക്കാം. അതിന് ശേഷം 2 മുട്ട. ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടുതലുണ്ടെങ്കിലും ഒരു 4-5 മുട്ട വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ഉള്ളി വഴഞ്ഞ് വന്നതിന് ശേഷം 2 മുട്ട പൊട്ടിച്ച് വെച്ച് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ ഇതിലോട്ട് തട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും സംഭവം ഇവിടെ സെറ്റായി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് എവിടുന്നാണ് കഴിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മസ്കറ്റുള്ള സമയത്ത് നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനി കൊണ്ട് തന്നെയാണ് കേട്ടോ. അന്ന് കഴിച്ചപ്പോഴേ ഞാൻ വിചാരിക്കും ഇതിൻ്റെ റെസിപ്പി എവിടുന്നെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബലാലീത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.